ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. തൻ്റെ ശിഷ്യന്മാരെ യേശുനാഥൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ആമുഖത്തോടു കൂടെയാണ് പ്രാർത്ഥന യേശുനാഥൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിജാതീയരെ പോലെ ആകരുത്, ജൽപ്പനമാകരുത് നിങ്ങളുടെ പ്രാർത്ഥന, മറിച്ച് പിതാവായ ദൈവത്തോടുള്ള സംഭാഷണമാണ്. എന്തുകൊണ്ടാണ് യേശുനാഥൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കാൻ വേണ്ടി അല്ല. പലപ്പോഴും പ്രാർത്ഥന നമുക്കൊരു ഉപാധിയായി മാറുന്നുണ്ട്. ദൈവത്തെ പ്രീതി പിടിച്ചു പറ്റാനും ദൈവത്തെ പിടിച്ചുലയ്ക്കാനും ഒക്കെയുള്ള ഒരു രീതിയായി പ്രാർത്ഥനയെ കാണുകയാണ്. പക്ഷേ ഇതിനൊരു അപവാദം എന്ന് പറയുന്നത്, യേശുനാഥൻ ദൈവത്തെ കണ്ടിരുന്ന അപ്പനെ പോലെയാണല്ലോ. ഈ പിതാവ് മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുന്നവനായതുകൊണ്ട് നാഥൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അന്നത്തെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് വിജാതിയരൊക്കെ ഈ കൊട്ടുകളും വലിയ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തെ ഉണർത്തി തങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ എത്തിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതിക്കാരായിരുന്നു. അപ്പോൾ ആ ചിന്താഗതിയെ കൂട്ടുപിടിക്കരുത്. കാരണം നിങ്ങൾ ഉണർത്തിയിട്ട് വേണം ദൈവത്തിൽ ഉണർന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ എന്നല്ല. ദൈവം എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പിന്നെ പ്രാർത്ഥന എന്തിനാണ്? പ്രാർത്ഥന ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന സമയമാണ്. എൻ്റെ ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കാൻ മനസ്സ് കാണിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവത്തിന് എൻ്റെ ആവശ്യമുണ്ട്, ദൈവത്തിന് എൻ്റെ സമയം ആവശ്യമുണ്ട്. കാരണം ദൈവം അപ്പനായതുകൊണ്ട് മക്കളായ നമ്മെ ഓരോരുത്തരെയും അവിടത്തേക്ക് കുറച്ച് സമയം വേണം. അതാണ് പ്രാർത്ഥനയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എൻ്റെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ, ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെന്നല്ല. ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന സമയമാണ്, ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. അത് ഒരു സ്നേഹ സംഭാഷണമാണ്. കുറേ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മാത്രം സ്വന്തം അപ്പൻ്റെ പുറകെ നടക്കുന്ന മക്കളെപ്പോലെ ആകാതെ, കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പൻ്റെ പുറകെ നടക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, അതല്ലാതെ അപ്പനോടൊപ്പം ആയിരിക്കാൻ മക്കളെടുക്കുന്ന സമയം, അതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് പ്രാർത്ഥന. അല്ലാതെ അപ്പനിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലത്. അത് യേശുനാഥൻ വളരെ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ പഠിപ്പിക്കുന്നത്, ദൈവത്തെ ദൈവം എന്നല്ല വിളിക്കേണ്ടത്, ദൈവത്തെ അപ്പ എന്നാണ് വിളിക്കേണ്ടത്. ദൈവം നിൻ്റെ പിതാവാണ്, നിൻ്റെ സ്നേഹമുള്ള അപ്പനാണ്. നിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് അറിയാം. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിൻ്റെ ആവശ്യങ്ങൾ അറിയാം. അവിടെ നിനക്ക് വേണ്ടതൊക്കെ പ്രദാനം ചെയ്യും. പിന്നെന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ദൈവത്തോടൊപ്പം ഞാൻ സ്നേഹത്തോടെ ആയിരിക്കാനുള്ള കുറച്ച് സമയമാണത്. ഇത് ജീവിതത്തിൽ ദൈവത്തോടൊപ്പം മാത്രം പുലർത്തേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോടും നമ്മൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കേണ്ട ചില നിമിഷങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിന് ഞാൻ പ്രാർത്ഥന കൊടുക്കുന്നത് പോലെ തന്നെ ചില മനുഷ്യരോടൊപ്പം നമ്മൾ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ആയിരിക്കാം, മക്കളായിരിക്കാം. നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരോടൊപ്പം ആയിരിക്കുന്നവരാകാതെ അവരോടൊപ്പം കുറച്ച് നേരം അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്ന മനോഹാരിതമായ കാര്യവും അത് തന്നെയാണ്. ചില സമയങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കണം. എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ച്, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ചില മനുഷ്യർ, അവർക്ക് വേണ്ടിയൊക്കെ കുറച്ച് സമയം മാറ്റിവെക്കാൻ എനിക്ക് കഴിയണം. അപ്പോഴാണ് ഈ പ്രാർത്ഥന വളരെ മനോഹരമായി മാറുന്നത്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് യേശുനാഥനോട് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകാതെ എൻ്റെ ദൈവസ്നേഹത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി സമയം കൊടുക്കുന്ന മനുഷ്യനായി മാറാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.